കാശ്മീരിലെ പഹൽഗാമിൽ പാകിസ്ഥാൻ ഭീകരർ നടത്തിയ ആക്രമണം ഇന്ത്യയുടെ ഹൃദയത്തിന് ആഴത്തിലേറ്റ മുറിവായിരുന്നു. 26 പേരാണ് അവിടെ രക്തം ചിന്തി മരിച്ചു വീണത്. വലിയ തോതിലുള്ള പ്രതിഷേധവും അമർഷവും സങ്കടവും ഒക്കെ ഇന്ത്യയിലുണ്ടായി. പാകിസ്ഥാനോട് പ്രതികാരം ചെയ്യണമെന്ന മുറവിളി ഉയർന്നു. അതിർത്തി കടന്ന് ആക്രമിക്കണമെന്നും തക്കതായ ശിക്ഷ നൽകണമെന്നുമുള്ള ആഗ്രഹ പ്രകടനങ്ങൾ രാജ്യത്തുടനീളം ഉണ്ടായി. പൊതുജനങ്ങളുടെ പ്രതികരണങ്ങളിലും അതുപോലെ മാധ്യമങ്ങളിലും അതിവൈകാരികതയുടെ വേലിയേറ്റമാണ് ഉണ്ടായത്. അത് വളരെ സ്വാഭാവികമാണ് താനും. ഇത്തരത്തിലുള്ളൊരു ആക്രമം ഇന്ത്യയുടെ ആത്മാഭിമാനത്തിന് മുറിവേൽപ്പിക്കുന്ന ഒന്ന് സംഭവിക്കുമ്പോൾ ഇന്ത്യയിൽ അതേത് രാജ്യത്തായാലും ഉണ്ടാവുക വളരെ സ്വാഭാവികമായ കാര്യമാണ്. ഭീകരന്മാരെ അതിശക്തമായി നേരിടുമെന്ന് ഇന്ത്യൻ നേതാക്കള് പ്രഖ്യാപിക്കുകയും ചെയ്തു. സങ്കല്പത്തിന് അപ്പുറത്തുള്ള ശിക്ഷ നൽകുമെന്നാണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബീഹാറിൽ പ്രഖ്യാപിച്ചത്. ഈ സംഭവം ഉണ്ടായതിനു ശേഷം അദ്ദേഹം ആദ്യമായി പ്രത്യക്ഷപ്പെട്ട പൊതുവേദിയായിരുന്നു അവിടെ. ഭീകരപ്രവർത്തകരെയും അവർക്ക് പിന്നിൽ നിന്ന് സഹായം നൽകിയവരെയും കണ്ടെത്തി കടുത്ത ശിക്ഷ നൽകുക തന്നെ ചെയ്യും. അതിന് ലോകത്തിന്റെ ഏത് ഭാഗത്തും ഏതറ്റം വരെയും നമ്മൾ പോകും എന്നാണ് അദ്ദേഹം പ്രഖ്യാപിച്ചത്. അദ്ദേഹം ബീഹാറിൽ പോയ ദിവസം ഡൽഹിയിൽ ചേർന്ന സർവകക്ഷി യോഗത്തിൽ എല്ലാ കക്ഷികളും പ്രതിപക്ഷ കക്ഷികൾ ഉൾപ്പെടെ ഗവൺമെന്റ് എടുക്കുന്ന ഏത് നടപടിക്കും പൂർണ്ണമായ പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തു. ഈ സംഭവത്തെ തുടർന്ന് സൈനികേതരമായ നയതന്ത്ര തലത്തിലുള്ള ചില പ്രധാനപ്പെട്ട നടപടികൾ ഇന്ത്യ ഗവൺമെന്റ് സ്വീകരിച്ചു. ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും അതിർത്തി അടച്ചു. ഇന്ത്യയിലുള്ള സകല പാകിസ്ഥാനികളോടും മടങ്ങിപ്പോകാൻ ആവശ്യപ്പെട്ടു. ഇനി പാകിസ്ഥാൻകാർക്ക് വിസ നൽകുന്നതല്ല എന്ന് പ്രഖ്യാപിച്ചു. ന്യൂഡൽഹിയിലെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിൽ ഉണ്ടായിരുന്ന സുരക്ഷ അല്ലെങ്കിൽ സൈനിക ഉപദേഷ്ടാക്കളെ തിരികെ അയച്ചു. അതുപോലെ ഇസ്ലാമാബാദിലെ ഇന്ത്യൻ എംബസിയിൽ ഉണ്ടായിരുന്ന സുരക്ഷാ പ്രതിനിധികളെ തിരികെ വിളിച്ചു. ഇതിലെല്ലാം ഉപരി 1960 സിന്ധു നദീജല കരാർ റദ്ദാക്കുകയും ചെയ്തു. നദീജല കരാർ റദ്ദാക്കിയതായിരുന്നു ഇക്കൂട്ടത്തിൽ ഏറ്റവും ശക്തമായ ഒരു നടപടി. വേണമെങ്കിൽ അതിനെ ഒരു സർജിക്കൽ സ്ട്രൈക്ക് എന്ന് തന്നെ വിശേഷിപ്പിക്കാം. പക്ഷെ പ്രധാന പ്രശ്നം, പാകിസ്ഥാനിലേക്ക് വെള്ളം പോകുന്ന തടയണമെങ്കിൽ നമ്മൾ ഇവിടെ വെള്ളം സംഭരിച്ചു വെക്കണം. ഈ നദികളിൽ നിന്നുള്ള, നമ്മുടെ ഭാഗത്തുള്ള നദികളിൽ നിന്നുള്ള വെള്ളം ഇവിടെ സംഭരിച്ചു വയ്ക്കണം. അതിനുള്ള സംവിധാനങ്ങൾ നമുക്കില്ല. ഇനി സംഭരിക്കാൻ സൗകര്യം ഉണ്ടെങ്കിൽ തന്നെ അത് ഇന്ത്യയിലേക്ക് തിരിച്ചുവിടുന്നതിന് ആവശ്യമായ കനാലുകളിൽ ഇതൊക്കെ ഇനിയും യുദ്ധകാലാടിസ്ഥാനത്തിൽ നമ്മൾ നടത്തിയെടുക്കേണ്ടിയിരിക്കുന്നു. എങ്കിൽ മാത്രമേ സിന്ധു നദീജല കരാർ റദ്ദാക്കിയതിനുള്ള പ്രയോജനം കിട്ടുകയുള്ളൂ. ഇതാണ് വാസ്തവത്തിൽ നമ്മൾ ചെയ്യേണ്ടത്. ഈ കരാർ പൂർണ്ണതോതിൽ നടപ്പാക്കിയാൽ വെള്ളമില്ലാതെ പാകിസ്ഥാൻ ബുദ്ധിമുട്ടും, അവരുടെ കൃഷി നശിക്കും, അവരുടെ ജീവിതം തന്നെ തകരാറിലാകും. പാകിസ്ഥാൻ ജനത തെരുവിലേക്ക് ഇറങ്ങേണ്ട സ്ഥിതി ഉണ്ടാവും. അതേസമയം മറ്റ് നടപടികൾ, ഈ നയതന്ത്ര തലത്തിലുള്ള നടപടികളൊക്കെ പുൽവാമ സംഭവം ഉണ്ടായപ്പോഴും നമ്മൾ ചെയ്തതാണ്. പിന്നീട് അന്തരീക്ഷം മെച്ചപ്പെട്ടപ്പോൾ നമ്മൾ അതൊക്കെ പിൻവലിക്കുകയാണ് ഉണ്ടായത്. പക്ഷെ ഈ നദീജല കരാർ റദ്ദാക്കുന്നത് അത് വളരെ കൃത്യമായിട്ട് നടപ്പാക്കാൻ സാധിച്ചാൽ അത് നമ്മുടെ പക്കലുള്ള, ഇന്ത്യയുടെ പക്കലുള്ള ഏറ്റവും വലിയ ആയുധമായിട്ട് മാറും. അതവിടെ നിൽക്കട്ടെ. ഇനി നമ്മൾ ഈ അതിവൈകാരികത തൽക്കാലത്തേക്കെങ്കിലും നിർത്തിവെച്ചിട്ട് ചില യാഥാർത്ഥ്യങ്ങൾ ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു. ഇതെങ്ങനെയാണ് പഹൽഗാമിൽ ഇത് സംഭവിച്ചതെന്നുള്ളത് നമുക്ക് അറിയേണ്ടതുണ്ട്. സുരക്ഷാ സംവിധാനങ്ങൾക്ക് എവിടെയാണ് വീഴ്ച പറ്റിയത്? എന്ത് വീഴ്ചയാണ് പറ്റിയത്? അല്ലെങ്കിൽ വീഴ്ച സംഭവിച്ചോ? പാകിസ്ഥാന്റെ അതിർത്തിയിൽ നിന്ന് വളരെ ദൂരെയുള്ള സ്ഥലമാണ് ഈ ബൈസാരൻ താഴ്വര. അവിടെയാണല്ലോ പഹൽഗാം. അവിടേക്ക് ഇത്രയും 6-7 ഭീകര പ്രവർത്തകര് ആയുധങ്ങളുമായി എങ്ങനെ കടന്നു വന്നു? അതിനുശേഷം അവര് 15-20 മിനിറ്റ് നേരം AK-47 തോക്കുപയോഗിച്ച് 40 റൗണ്ട് വെടിവെച്ചു. 26 പേര് മരിച്ചു വീണു. ഇതൊന്നും നമ്മുടെ സുരക്ഷാ ഏജൻസികള് അല്ലെങ്കിൽ ഇന്റലിജൻസ് സംവിധാനം അറിഞ്ഞില്ല എന്നാണോ? എവിടെയാണ് ഇവർക്ക് തകരാറ് പറ്റിയത്, വീഴ്ച സംഭവിച്ചത്? ആദ്യ ദിവസങ്ങളിൽ നമ്മുടെ മാധ്യമങ്ങള് ഇതേപ്പറ്റി കാര്യമായിട്ടൊന്നും ചർച്ച ചെയ്തിരുന്നില്ല. നിശബ്ദത പാലിക്കുകയാണ് ഉണ്ടായത്. സർക്കാരിന് ഹിതകരമാവില്ല എന്ന് കരുതിയിട്ടാവാം, അല്ലെങ്കിൽ
വൈകാരികമായ നിമിഷങ്ങളിൽ ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യേണ്ട എന്ന് തോന്നിയിട്ടാവാം ഇപ്പോൾ മാധ്യമങ്ങൾ മെല്ലെ ചെറിയ തോതിലെങ്കിലും ഈ സുരക്ഷാ വീഴ്ച ചർച്ച ചെയ്ത് തുടങ്ങിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ നടന്ന സർവകക്ഷി യോഗത്തില് കേന്ദ്ര ഏജൻസികൾ തന്നെ, അതായത് കേന്ദ്ര സർക്കാർ തന്നെ സുരക്ഷാ വീഴ്ച സംഭവിച്ചതായി സമ്മതിച്ചു. പ്രതിപക്ഷം ഇത് വളരെ ശക്തമായിട്ട് ഇപ്പോൾ ഉന്നയിക്കുന്നുണ്ട്. കോൺഗ്രസ് പറയുന്നു, കർണാടക മുഖ്യമന്ത്രി സിദ്ധാരാമയ്യ, സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ്, മഹാരാഷ്ട്രയിലെ ഒരു ശിവസേന വിഭാഗത്തിന്റെ നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ ഉദ്ധവ് താക്കറെ, ഇവരെല്ലാവരും ഒറ്റ സ്വരത്തിൽ പറയുന്നുണ്ട്, വളരെ ഗൗരവതരമായ സുരക്ഷാ വീഴ്ച ഉണ്ടായതിന്റെ ഫലമാണ് പഹൽഗാം കൂട്ടക്കൊല എന്ന്. പ്രതിപക്ഷ നേതാക്കളാണെന്ന് പറഞ്ഞ് നമുക്ക് വേണമെങ്കിൽ ഇവരുടെ പ്രസ്താവനകൾക്ക് വേണ്ട പ്രാധാന്യം കൊടുക്കാതിരിക്കാം. പക്ഷെ ഇന്ത്യയുടെ കരസേന മേധാവിയായിരുന്ന ജനറൽ ശങ്കർ റോയ് ചൗധരിയുടെ വാക്കുകൾ നമുക്കോ അല്ലെങ്കിൽ നമ്മുടെ സർക്കാരിനോ കേന്ദ്ര ഗവൺമെന്റിനോ വിസ്മരിക്കാൻ പറ്റുമോ? നമ്മുടെ 18ാമത്തെ കരസേനാ മേധാവിയായിരുന്നു ഇദ്ദേഹം. അദ്ദേഹം പറയുന്നത് പഹൽഗാം കൂട്ടക്കൊലയ്ക്ക് മുമ്പിൽ അല്ലെങ്കിൽ ഭീകരാക്രമണത്തിന് പിന്നിൽ വലിയ സുരക്ഷാ വീഴ്ച ഉണ്ടായിരിക്കുന്നു എന്നാണ്. ഉന്നത നേതൃത്വത്തിന് ഈ സംഭവത്തിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിയാനാവില്ല എന്ന് അദ്ദേഹം പറയുന്നു. എവിടെയോ കാര്യമായ ഗൗരവമായ അലംഭാവം സംഭവിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഇത്രയധികം ഭീകരർക്ക് എങ്ങനെ അതിർത്തി കടന്ന് പഹൽഗാം വരെ എത്താൻ കഴിഞ്ഞു? അദ്ദേഹം ചോദിക്കുകയാണ്. ഇതേപ്പറ്റി അന്വേഷണം വേണം. വീഴ്ച സംഭവിച്ചത് ആർക്കാണോ അല്ലെങ്കിൽ ഉത്തരവാദികളാരാണോ അവർക്കെതിരായിട്ട് വളരെ കർശനമായ നടപടികൾ എടുക്കുകയും വേണം. ഇപ്പോൾ ഗവൺമെന്റ് സ്വീകരിച്ചിരിക്കുന്ന നയതന്ത്രപരമായ നടപടികൾ എത്രത്തോളം ഫലം ചെയ്യുമെന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് സംശയമുണ്ട്. രാജ്യാന്തര നയതന്ത്രത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് പാകിസ്ഥാനെതിരെ കർശനമായ ഒരു നടപടി ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടാകണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത്. PTI വാർത്താ ഏജൻസിക്ക് നൽകിയ ഒരു അഭിമുഖത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ ഈ അഭിപ്രായ പ്രകടനം. മറ്റൊരു സൈനിക തലവൻ, നമ്മുടെ നോർത്തേൺ കമാൻഡിന്റെ ജനറൽ ഓഫീസർ കമാൻഡിംഗ് ഇൻ ചീഫായിരുന്ന ലഫ്റ്റനന്റ് ജനറൽ ഹൂഡ, അദ്ദേഹവും ജനറൽ ശങ്കർ റോയ് ചൗധരിയുടെ അഭിപ്രായത്തോട് യോജിക്കുകയാണ്. പഹൽഗാമിൽ വലിയ തോതിലുള്ള സുരക്ഷാ വീഴ്ച ഉണ്ടായി എന്ന് അദ്ദേഹം പറയുന്നു. അത് മാത്രമല്ല, പഹൽഗാമില് സാധാരണഗതിയിൽ ചെയ്യുന്നതിന് 2 മാസം മുമ്പായിട്ട് ആ പ്രദേശം ബൈസരൻ താഴ്വര വിനോദ സഞ്ചാരികൾക്കായി തുറന്നു കൊടുത്തുവെന്നും അത് സുരക്ഷാ ഏജൻസികളോ അല്ലെങ്കിൽ മറ്റ് സുരക്ഷാ സംവിധാനമോ അറിഞ്ഞില്ല, സർക്കാർ അറിഞ്ഞില്ലെന്ന്, അതിന്റെ അർത്ഥം അതാണ് എന്നാണ് സർക്കാർ വൃത്തങ്ങൾ പറഞ്ഞത്. ഇതെങ്ങനെയാണ് സാധിക്കുക? വളരെ സുരക്ഷിതമായ ഒരു സ്ഥലം അല്ലെങ്കിൽ കൃത്യ ഇടവേളകളിൽ മാത്രം വിനോദസഞ്ചാരികൾക്കായിട്ട് തുറന്നു കൊടുക്കുന്ന ഒരു പ്രദേശം, അത് സാധാരണ മെയ് മാസം മധ്യം മുതൽ ജൂൺ ജൂലൈ മാസങ്ങളിലാണ് അവിടേക്ക് ധാരാളം വിനോദസഞ്ചാരികൾ വരുന്നതെന്നാണ് സർക്കാർ പറയുന്നത്. അവിടം 2 മാസം മുമ്പ് തുറന്നത് എങ്ങനെയാണ് സർക്കാർ അറിയാതിരിക്കുക? ആരാണ് തുറന്നു കൊടുത്തത്? ഇതൊന്നും ആരും അറിയുന്നില്ല, സർക്കാർ അറിയുന്നില്ലേ? അത് മാത്രമല്ല, ഈ പ്രദേശത്തു നിന്നുള്ള റിപ്പോർട്ടുകൾ പറയുന്നത് ഈ ബൈസരൻ താഴ്വര അല്ലെങ്കിൽ പഹൽഗാം പോലെയുള്ള പ്രദേശങ്ങൾ 1 വർഷം മുഴുവനായിട്ട് തന്നെ തുറന്നു കിടക്കുമെന്നാണ്. എപ്പോൾ വേണമെങ്കിലും വിനോദസഞ്ചാരികൾക്ക് അവിടെ വരാമെന്നാണ്. ശരാശരി 1000 ടൂറിസ്റ്റുകൾ അവിടെ വന്നു പോകുന്നുണ്ട് എന്നാണ്. അപ്പോൾ ഈ 2 മാസം മുമ്പ് തുറന്നു, സമയത്തിന് മുമ്പേ തുറന്നു, അത് സുരക്ഷാ ഏജൻസികൾ അറിഞ്ഞില്ല എന്നൊക്കെ അവകാശവാദം ഉന്നയിക്കുന്നതിൽ എന്ത് അർത്ഥമാണുള്ളത്? നമ്മുടെ സുരക്ഷാ ഏജൻസികൾ ശ്രദ്ധിക്കേണ്ടിയിരുന്ന ചില വസ്തുതകൾ ഉണ്ടായിരുന്നു. മാർച്ച് 11 പാകിസ്ഥാന്റെ ഒരു സംസ്ഥാനമായ ബലൂചിസ്ഥാനില് ബലൂജ് ലിബറേഷൻ ആർമിയിൽപ്പെട്ട ആളുകള് ജാഫർ എക്സ്പ്രസ് എന്ന് പറയുന്ന ഒരു തീവണ്ടി തട്ടിയെടുത്ത് 18 പട്ടാളക്കാർ ഉൾപ്പെടെ 24 പേരെ വധിച്ചു. ഇത് പാകിസ്ഥാൻ ഏറ്റ ഒരു വലിയ അപമാനമായിരുന്നു, വലിയൊരു ആഘാതമായിരുന്നു. ഇതിന്റെ പിന്നിൽ ഇന്ത്യയാണെന്നാണ് പാകിസ്ഥാൻ പരസ്യമായിട്ട് പറഞ്ഞത്. ഇന്ത്യയുടെ സുരക്ഷാ ഏജൻസിയായ റോ ആണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത്. അവര് സ്പോൺസർ ചെയ്ത ആക്രമണമായിരുന്നു ഇതെന്ന് പാകിസ്ഥാൻ വളരെ പരസ്യമായിട്ട് തന്നെ പറഞ്ഞു. ജാഫർ എക്സ്പ്രസ് സംഭവത്തിന്റെ തിരിച്ചടിയാണ് അല്ലെങ്കിൽ ഒരു മറുപടിയാണ് പഹൽഗാം എന്ന് കരുതുന്ന സുരക്ഷാ
വിദഗ്ധരുണ്ട്. ഏതായാലും ബലൂചിസ്ഥാനിൽ ഈ സംഭവം ഉണ്ടായ പശ്ചാത്തലത്തിൽ തീർച്ചയായും നമ്മുടെ സുരക്ഷാ ഏജൻസികൾ അങ്ങേയറ്റത്തെ ജാഗ്രത പുലർത്തേണ്ടതായിരുന്നു. അത് ഉണ്ടായില്ല. ഇതിനാരാണ് മറുപടി പറയുക? മറ്റൊന്ന്, കാശ്മീർ എന്ന് പറയുന്നത് നമ്മുടെ കൈവശമുള്ള ഇന്ത്യയുടെ കാശ്മീർ, അത് പാകിസ്ഥാന്റെ കഴുത്തിലെ ഞരമ്പ് ആണെന്നാണ്, നമ്മളത് പിടിച്ചെടുത്തിരിക്കും എന്നാണ് പാകിസ്ഥാൻ പട്ടാള മേധാവി അസീം മുനീർ പറഞ്ഞത്. ഇത് സ്വാഭാവികമായിട്ടും പാകിസ്ഥാൻ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഭീകര സംഘടനകൾക്ക് ഒരു പ്രോത്സാഹനമായിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു സന്ദേശമായിട്ട് അവരെ എടുത്തിട്ടുണ്ടാവും. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരുന്നില്ലേ? അസീം മുനീറിന്റെ ഈ പ്രസ്താവന, അതിൽ അന്തർഭവിച്ചിരിക്കുന്ന വസ്തുതകൾ, അപകട സാധ്യതകൾ നമ്മൾ അറിയേണ്ടതായിരുന്നില്ലേ നമ്മുടെ ഇന്റലിജൻസ് ഏജൻസികൾ? കശ്മീരിന്റെ പ്രത്യേക സംസ്ഥാന പദവി എടുത്തു കളഞ്ഞതോടെ ഇന്ത്യയിൽ ആർക്കും അവിടെ സ്ഥലം വാങ്ങിച്ച് സ്ഥിരതാമസം തുടങ്ങാം. അങ്ങനെ ആയിട്ടുണ്ട് കാര്യങ്ങൾ. ഇതിനെ എതിർക്കുന്ന ധാരാളം ആളുകളുണ്ട്. കാശ്മീരിലുണ്ട്, കാശ്മീരിന് പുറത്തുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഭീകരാക്രമണം ഉണ്ടാവുകയാണെങ്കിൽ അവരെ ടാർഗറ്റ് ചെയ്യുക ഇന്ത്യയുടെ മറ്റ് ഭാഗങ്ങളിൽ നിന്ന് വരുന്നവരെ ആയിരിക്കുമെന്ന് നമുക്ക് ഒരു ബോധ്യം ഉണ്ടായിരിക്കേണ്ടതായിരുന്നില്ലേ? അതല്ലേ വാസ്തവത്തിൽ സംഭവിച്ചത്? ടാർഗറ്റ് ചെയ്യുമെന്ന് നമ്മൾ ആലോചിക്കേണ്ടതായിരുന്നില്ലേ? അപ്പോൾ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾക്ക് പ്രത്യേക പ്രയോറിറ്റി, മുൻഗണന നൽകേണ്ടതായിരുന്നില്ലേ? 3 ലെയർ അല്ലെങ്കിൽ തട്ടുകളുള്ള ഒരു സുരക്ഷാ സംവിധാനമാണ് ഈ പ്രദേശങ്ങളിൽ നിലവിൽ നിൽക്കുന്നത്. ഏറ്റവും പുറത്ത് ഔട്ടർ കവർ എന്ന് പറയുന്നത് രാഷ്ട്രീയ റൈഫിൾസ് ആണ് കൈകാര്യം ചെയ്യുന്നത്. അത് കഴിഞ്ഞ് നടുവിലുള്ള ലെയർ അല്ലെങ്കിൽ തട്ട് അത് CRPF ആണ്. ഉള്ളിലെ ലെയർ ജമ്മു കാശ്മീർ പോലീസാണ്. ഈ 3 സംവിധാനങ്ങളും പഹൽഗാമിൽ പരാജയപ്പെട്ടു എന്നുള്ളതാണ് വസ്തുത. ഇതെങ്ങനെയാണ് സംഭവിക്കുക? 3 ലെയറുകളും നിഷ്ക്രിയമായി പോകുന്ന ഒരേ സമയത്ത് എങ്ങനെ ഉണ്ടാവും? അത് മാത്രമല്ല, രഹസ്യകരമായ കാര്യം, ഈ ഇന്നർ ലെയർ കൈകാര്യം ചെയ്യുന്ന ജമ്മു ആൻഡ് കാശ്മീർ പോലീസ്, അവര് ഭീകര ആക്രമണങ്ങൾ ഉണ്ടാവാൻ സാധ്യതയില്ല എന്ന് ഇന്റലിജൻസ് ഏജൻസികൾ ചൂണ്ടിക്കാട്ടുന്ന പ്രദേശങ്ങളിലാണെങ്കിൽ അവർക്ക് തോക്കുപോലും കൊടുക്കില്ല. തോക്കുപോലും ഇല്ലാതെ വേണം അവര് അവിടെ സുരക്ഷ ഒരുക്കേണ്ടത്. പഹൽഗാമിലെ ആക്രമണം ഉണ്ടായിട്ട് 1 മണിക്കൂർ കഴിഞ്ഞാണ് CRPF അവിടെ എത്തുന്നത്. അവർക്ക് എത്താൻ ബുദ്ധിമുട്ടായിരുന്നു. ദുഷ്കരമായ വഴിയാണ്, വാഹനങ്ങളില്ലാതെ നടന്നു വരേണ്ട സ്ഥിതിയുണ്ടെന്നൊക്കെ അറിയാം. പക്ഷെ 1 മണിക്കൂർ എടുത്തു. നേരത്തെ അവിടെ ഈ മുറിവേറ്റ ആളുകളെ കൃത്യസമയത്ത് ആശുപത്രികളിൽ എത്തിക്കാൻ സാധിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ ചില ജീവനുകൾ നമുക്ക് രക്ഷപ്പെടുത്താൻ സാധിക്കുമായിരുന്നു. അവിടെ കുതിരപ്പുറത്തും അല്ലെങ്കിൽ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ താങ്ങിയെടുത്തും അങ്ങനെയാണ് മുറിവേറ്റവരെ ആശുപത്രിയിൽ എത്തിച്ചത്. എത്ര പരിതാപകരമായ ഒരു അവസ്ഥയായിരുന്നു അവിടെ എന്നുള്ളത് നമുക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ. ഭീകരപ്രവർത്തകർക്കെതിരായ നടപടികളിൽ ഒന്നിച്ചു നിൽക്കണമെന്നാണ് ഗവൺമെന്റ് ആവശ്യപ്പെടുന്നത്. ഏതായാലും ഇതുവരെ ഇന്ത്യയിലെ ജനങ്ങൾ ജാതിമത ഭേദമന്യേ രാഷ്ട്രീയ വ്യത്യാസങ്ങളില്ലാതെ സർക്കാരിന്റെ നടപടികളെ പിന്താങ്ങുകയാണ്. പക്ഷേ സർക്കാരും മറ്റുള്ളവരെ കൂടെ ചേർത്ത് നിർത്തുവാൻ തയ്യാറാവണം. ഈ സംഭവം ഉണ്ടാകുന്നതിന് കുറച്ചു മുമ്പ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ശ്രീനഗറിലെ ഒരു അവലോകന യോഗം വിളിച്ചു ചേർത്തിരുന്നു. കാശ്മീരിലെ സുരക്ഷാ സംവിധാനത്തെ പറ്റി, ആവശ്യങ്ങളെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യുന്നതിന്. ലഫ്റ്റനന്റ് ഗവർണറുടെ വീട്ടിലാണ് ചേർന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷെ അവിടേക്ക് ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയെ ക്ഷണിച്ചതുപോലുമില്ല. ഇതാണോ എല്ലാവരെയും ചേർത്ത് നിൽക്കുന്ന രീതി? ഡൽഹിയിൽ ചേർന്ന വളരെ സുപ്രധാനമായ സർവകക്ഷി യോഗത്തിൽ നമ്മുടെ പ്രധാനമന്ത്രി മോദി പങ്കെടുത്തില്ല. അദ്ദേഹത്തിന് സമയം കിട്ടിയില്ല. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഈ ഭീകരാക്രമണത്തിൽ വെടിയേറ്റ് മരിച്ചവരുടെ ഭവനങ്ങളിൽ നിന്ന് വിലാപങ്ങൾ ഉയരുമ്പോൾ, പലയിടത്തും മരിച്ചവരുടെ ശവസംസ്കാര ചടങ്ങുകൾ നടക്കുമ്പോൾ, നമ്മുടെ പ്രധാനമന്ത്രി ബീഹാറിൽ അവിടുത്തെ മുഖ്യമന്ത്രി നിതീഷ് കുമാറിനൊപ്പം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ തിരക്കിലായിരുന്നു. വേദിയിൽ അവർ തമ്മിൽ ചിരിച്ചുല്ലസിച്ച് കുശലം പറയുന്ന ചിത്രം കണ്ട് ഇന്ത്യയിലെ ജനങ്ങള് മൂക്കത്ത് വിരൽ വെച്ചു. പഹൽഗാം സംഭവത്തിന് പിന്നിലുള്ള ഭീകരന്മാരെ മുഴുവൻ കണ്ടെത്തി ശിക്ഷിക്കുമെന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. പക്ഷെ പുൽവാമ സംഭവത്തിന് ശേഷം അദ്ദേഹം പറഞ്ഞ ഒരു പ്രഖ്യാപനം, ഭീകരപ്രവർത്തനം തുടച്ചു നീക്കും എന്ന പ്രസ്താവന ഇപ്പോഴും അനാഥമായി കിടക്കുകയാണ്.